എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബീഫ് കറി ഉണ്ടാക്കിയെടുത്താലോ. നമുക്കിതിനകത്ത് മസാല വഴറ്റുകയോ ഒന്നും ചെയ്യേണ്ട. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കറിലേക്ക് 1 കിലോ എല്ലോട് കൂടിയ ബീഫ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. ചെറുതായിട്ട് അരിയുകയോ ചതച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചതച്ചിട്ടാലും മതി, ഞാൻ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അങ്ങ് ചതച്ചാലും മതി. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർ നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 തക്കാളിയുടെ പകുതി, വലിയ തക്കാളിയായിരുന്നു അതുകൊണ്ട് ഞാൻ പകുതിയേ എടുത്തിട്ടുള്ളൂ, 1 തക്കാളിയുടെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകുണ്ട്, അത് പൊടിച്ചതായാലും മതി, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ച മസാലകളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാമേ. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, പക്ഷേ നമുക്കിത് കറിയായിട്ടാണ് വേണ്ടിയത്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് അടിവശത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഓരോ കുക്കറിൻ്റെയും കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാണോ വേവിക്കുന്നത് അതുപോലെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റോളം വേവിച്ചു ടോട്ടൽ. ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു പച്ച ചൊവയൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ വഴറ്റി ചേർക്കുന്ന അതുപോലെ തന്നെ വേറൊരു ടേസ്റ്റ് വ്യത്യാസവും നമുക്കുണ്ടാവുകയില്ല ഇങ്ങനെ ചെയ്താൽ കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാല പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആകെ അത്രയും വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയുണ്ട്. നല്ല കുറുകിയ ചാറാണ്, നമുക്ക് എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് താളിച്ചൊഴിക്കേണ്ടവർക്ക് താളിച്ചൊഴിക്കാം. കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടി താളിച്ചൊഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് താളിക്കാൻ ഇഷ്ടം അതുപോലെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സസ് ആയിട്ട് കുറേ ഫാറ്റ് ഉണ്ടല്ലേ, അപ്പോൾ നമ്മൾ ഈ ഫാറ്റോട് കൂടി കുക്ക് ചെയ്യുമ്പോഴാണ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫാറ്റ് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് ആ എക്സസ് ആയിട്ടുള്ള ഫാറ്റെല്ലാം നല്ല കട്ടിയായിട്ട് വന്നിട്ട് നമുക്കത് കോരിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫാറ്റായിട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കണം. എപ്പോഴും നമ്മൾ വഴറ്റിയിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് കുറേ സമയം കൂടുതലെടുക്കും. ഇത് ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണി നമുക്ക് വേറെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യാനും. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവർ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്